നമ്മുടെ ഇടവകകളിൽ ശുശ്രൂഷ ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ പലതരത്തിലുള്ള ഭരണപരമായ കാര്യങ്ങൾ, ആരാധനാപരമായ കാര്യങ്ങൾ, കാനോനകൾ എന്ന കാര്യങ്ങളൊക്കെ സംശയങ്ങളുണ്ടാകുക സാധാരണമാണ്. പുതിയ കാലഘട്ടത്തിൽ അത് കൂടുതൽ ആയിക്കൊണ്ടിരിക്കുന്നു. കാരണം സാമൂഹ്യ വ്യവസ്ഥതയിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡൈവോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സഭയിലെ കേട്ടുകേൾവി പോലും ഇല്ലായിരുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. ഇന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ സാധാരണഗതിയായി ഒരു 10 പേർക്കെങ്കിലും ഡൈവോഴ്സിൻ്റെ അതനുസരിച്ച് പുതിയ രണ്ടാം വിവാഹത്തിന് ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമാണ് എനിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കാഠിന്യം എത്രയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പലതരത്തിലുള്ള ബന്ധങ്ങളും വ്യത്യസ്തങ്ങളായ നടപടികളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെയുള്ളതായ സംശയങ്ങളുണ്ടാകുമ്പോൾ ഓരോരുത്തരും വന്ന് ചോദിക്കാതെ എല്ലാവർക്കും ആ തരത്തിൽ സമാനമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാകുവാൻ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ ഏതെങ്കിലും ഒന്ന് നേരിട്ട് പറയുകയോ അല്ലെങ്കിൽ അതിനുള്ള എന്നെ നേരിട്ട് കിട്ടാനോ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും. പലരും നേരിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനൊരു പരിഹാരം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. സ്ഥിരമായ ഒരു വേദി അതിനു വേണ്ടി എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം വീതം ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നത് വീഡിയോ പ്രസൻറ്റേഷൻ വഴി നിങ്ങളെല്ലാവരും അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏതെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വരുന്നതായ സമയത്ത് എനിക്ക് വാട്സപ്പില്ല, എൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗിബറീസ് ജോൺസൺ അച്ഛന്, ബൈജു അച്ഛന് വാട്സപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ അയച്ചു കൊടുത്താൽ മതി. അതിന് പരിഹാരമായിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ കൂടി തന്നെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. 1-2 മിനിറ്റ് അല്ലെ 3 മിനിറ്റുള്ള വീഡിയോയിൽ കൂടി പരിഹാരമുണ്ടാകും. അത് ഒരാളിന് മാത്രമല്ല, അത് അനേകം ആളുകൾക്ക് പ്രയോജനമുണ്ടാകുമെന്നുള്ളതുകൊണ്ട് കൂടുതൽ അത് സമാനമായിരിക്കുന്ന പരാതികളുണ്ടാകാൻ ഇടയാവുകയില്ല. അങ്ങനെയുള്ളൊരു പദ്ധതി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വാർഷിക കോൺഫറൻസിൽ മാത്രം 3 വർഷത്തിൽ കൂടുന്ന വാർഷിക കോൺഫറൻസിൽ 1 മണിക്കൂർ കൊണ്ട് ഡിസ്കസ് ചെയ്താൽ തീരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളത് സ്ഥിരമായി സംവിധാനം ചെയ്യും. അത് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയെ ആ വീഡിയോ ഏൽപ്പിക്കുകയും ജനറൽ സെക്രട്ടറി എല്ലാ വൈദികർക്കുമുള്ള വാട്സപ്പ് വഴിയായി അത് അറിയിക്കുകയും ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ സഹകരിക്കുന്നുവെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. അതിന് ഒരു പേര് എന്തെങ്കിലും കൊടുക്കണം. ആ സംരംഭത്തിന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്തെങ്കിലും പേര് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, അല്ലെ ബൈജോസിനെ അറിയിച്ചാൽ മതി. ആദ്യം എൻ്റെ മനസ്സിൽ തോന്നിയത് വൈദിക വേദി അല്ലെങ്കിൽ വൈദിക ശുശ്രൂഷ എന്നുള്ളതൊക്കെയാണ് മനസ്സിൽ തോന്നിയത്. കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് അതിനേക്കാളൊക്കെ നല്ല പേര് മറ്റു പലർക്കും കാണും. അവരുടെ അഭിപ്രായങ്ങൾ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആമുഖമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2-3 കാര്യങ്ങൾ ചുരുക്കമായിട്ട് പറയാൻ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ചുരുക്കമായിട്ട് പറയുകയാണ്. മലങ്കര സഭയെക്കുറിച്ച്
വി മസ്റ്റ് ബി പ്രൗഡ് ഓഫ് അവർ മലങ്കര ഓർത്തഡോക്സ് ചർച്ച്. ഒന്നാമത് നമ്മുടെ സഭയെക്കുറിച്ച് നമുക്ക് അഭിമാനം ഉണ്ടാകും. നമ്മുടെ സഭയുടെ പാരമ്പര്യം, മാർത്തോമൻ പാരമ്പര്യം, സഭ ഇന്ന് അനുഷ്ഠിക്കുന്നതായ സുറിയാനി സഭാ പാരമ്പര്യം, സഭ 17 നൂറ്റാണ്ടുകൾ ആചരിച്ചിരുന്നതായ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം, ഇന്ന് 2-3 നൂറ്റാണ്ടുകളായി നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ സുറിയാനി പാരമ്പര്യം, ഇതെല്ലാം നമ്മൾക്ക് പിതാക്കന്മാർ തന്നിട്ടുള്ളതും ഈ സഭയെ നയിക്കുന്നതിന് പ്രാപ്തമായിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ സഭയെക്കുറിച്ച് നമുക്ക് ഒരു അഭിമാനം ഉണ്ടാകണം. സഭയിൽ നിലനിൽക്കുന്ന നിയമങ്ങളും മറ്റുള്ളതും ആചരിക്കുവാനായിട്ടും അത് അനുഷ്ഠിക്കുവാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. പലപ്പോഴും അതിന് വീഴ്ചകൾ വരുത്തുന്നത് അൽമായക്കാരല്ല, വൈദികരാണ്. വൈദികരിൽ നിന്നാണ് അതിന് വീഴ്ചകളുണ്ടാകുന്നത്. എനിക്ക് കിട്ടുന്ന പരാതികളിലെല്ലാം നമ്മുടെ വൈദികർ അവരവരുടെ സഭയുടെ അടിസ്ഥാന തത്വങ്ങളെ ബലി കഴിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരാതികളാണ് പലപ്പോഴും പലയിടങ്ങളിൽ നിന്നും കിട്ടുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്നുള്ള ഇരിക്കുമ്പോൾ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നമുക്ക് ലോകം പോകുന്നത് പോലെ പോകുവാനല്ല, അതേ സമയത്ത് സഭയ്ക്കൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ അഭിമാനം ഉണ്ടാകണം. ആ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം, കൺവിക്ഷൻ ഉണ്ടാകണം. അതാണ് നമുക്ക് അത്യാവശ്യമായുള്ളത്. ഞാൻ കാരണവശാൽ പറയുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇവിടെ ഇന്നിപ്പോൾ 300 അല്ലെങ്കിൽ 300-ലധികം വൈദികരേ ഉള്ളൂ. ഞാനിവിടെ വരുന്ന നോക്കിയിട്ട് നിങ്ങളെല്ലാവരെയും വളരെ മനോഹരമായിട്ട് കാണാൻ സാധിച്ചു. പക്ഷേ 2 വൈദികർക്ക് ഇത്രയും സമയമായിട്ടും അവരുടെ തലയിൽ തൊപ്പി വെക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? എന്നാൽ അതാര് എന്നുള്ളത് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണ്? വിശുദ്ധ പട്ടംകുട ശുശ്രൂഷയിൽ നിങ്ങൾക്ക് വാഴ്ത്തി തന്നതാണ് തൊപ്പി. ഷമ്മാശന്മാർക്ക് ആർക്കും വാഴ്ത്തി കൊടുക്കുന്നില്ല. വൈദികർക്ക് വാഴ്ത്തി തന്നതാണ് തൊപ്പി. നിങ്ങൾക്കത് വെക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കാതോലിക്ക ബാവ ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ 2 പേരും തൊപ്പി എടുത്ത് തലയിൽ വെച്ചു. 2 പേരും തൊപ്പി എടുത്ത് തലയിൽ വെച്ചു. എനിക്ക് സന്തോഷമുണ്ട്. അവരോട് അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. ഈ മലങ്കര അല്ല, ഇത് ഞാനല്ലാതെ ആരാ ഇവിടെ പറയുന്നത്? ഈ തിരുമേനിമാരാരും പറയത്തില്ല, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയും. നിങ്ങൾക്ക് എന്നോട് വിരോധമൊന്നും വിരോധമൊന്നുമില്ല എനിക്ക്. കാരണം ഒത്തിരി വിരോധങ്ങളിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഇനിയും വിരോധപ്പെട്ടാലും ഒരു പ്രയാസവും ഇല്ല. പക്ഷേ പറയേണ്ടത് ഞാൻ പറഞ്ഞിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വൈദിക സെമിനാരിലെ ഞാൻ അധ്യാപകനായിരുമ്പോൾ അവിടെ പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം. അതിന് ശേഷമുള്ളവരോ മുമ്പുള്ളവരെ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെ ഞാൻ പറഞ്ഞത് വി മസ്റ്റ് ബി പ്രൗഡ് ഓഫ് അവർ ചർച്ച്. നമ്മുടെ സഭയെക്കുറിച്ച് നമുക്ക് ഒരഭിമാനം ഉണ്ടാകണം. ഞാൻ ആരാണ്? ഓർത്തഡോക്സ് സഭയുടെ ഒരച്ഛനാണ്. ആ ഒരു ബോധ്യം എനിക്കുണ്ടാകണം. ഞാൻ മാർത്തോമാ സഭയിലെയും CSIയിലെയും കത്തോലിക്ക സഭയിലെയും ഒരച്ഛനല്ല. ഞാൻ ഓർത്തഡോക്സ് സഭയിലെ അച്ഛനാണ്. എനിക്കതിൻ്റേതായ പ്രത്യേകതയുണ്ട്, എനിക്കതിൻ്റേതായ വിശ്വാസമുണ്ട്, എനിക്കതിൻ്റെ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എനിക്ക് കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് ഇത്രയും ശബ്ദത്തിൽ പറയാൻ ഡോക്ടർ അനുവദിച്ചിട്ടില്ല. എങ്കിലും പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ്. എൻ്റെ താല്പര്യം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇനിയും ശബ്ദം താത്തി പറയാം. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ തൊപ്പി വെക്കുന്ന കാര്യം കാരണവശാൽ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ആരാധനകൾ കാര്യങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളും രഹസ്യ പ്രാർത്ഥനകളും ഇതെല്ലാം നമ്മൾ നിർവഹിക്കേണ്ടതാണ്. അവിടെ എത്രമാത്രം നിർവഹിക്കുന്നുണ്ട്. നമുക്ക് രഹസ്യ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാൻ വൈദികരായിരിക്കുന്നവർ രഹസ്യ പ്രാർത്ഥനയുണ്ട്. നമുക്ക് ആ രഹസ്യ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയമായ ചൈതന്യം നമുക്ക് നൽകുന്നതാണ്. അത് സന്യാസികൾക്ക് ചൊല്ലാനുള്ളതാണ്. സന്യാസിയും ചൊല്ലുന്നില്ല എന്നുള്ളതാണ് വേറൊരു വാസ്തവം. സന്യാസികൾക്ക് ചൊല്ലാനല്ല വെച്ചിരിക്കുന്നത്, വൈദികരായിരിക്കുന്നവർക്ക് പ്രത്യേകം. ഞാൻ കഴിഞ്ഞ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു, നമ്മൾ സഭയ്ക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയുള്ള രഹസ്യ പ്രാർത്ഥനകൾ ചൊല്ലണം.
അല്ലാതെയുള്ള കാനൂനികമായ രഹസ്യ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ സഭയെ ബാധിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയല്ലല്ലോ. നമ്മൾ ഉൾപ്പെടുന്നതായ ഒരു വലിയ സമൂഹം ജനത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മൾ ഏത് പ്രാർത്ഥനയും റെപ്രസെൻറ്റേറ്റീവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടിയോ നമുക്ക് വേണ്ടി മാത്രമല്ല. നമ്മുടെ എവറി പ്രെയർ ഈസ് എ കമ്മ്യൂണൽ പ്രെയർ, നോ ഇൻഡിവിജ്വൽ പ്രെയർ. എല്ലാ പ്രാർത്ഥനയും കമ്മ്യൂണൽ പ്രെയറാണ്. എല്ലാവർക്കും വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. അതിലേറ്റവും സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ഒരു വീക്ഷണം നമുക്കുണ്ടാവണം കഴിയുന്നിടത്തോളം. നമ്മളപ്പോൾ അതുപോലെ ഓർക്കണം, കഴിയുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വിശുദ്ധ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാണ്. വീട്ടിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ലെന്ന് ചോദിച്ചാൽ കേൾക്കും. അത് ദൈവത്തോട് ചോദിക്കണം കേൾക്കുമോ ഇല്ലയോ എന്നുള്ളത്. എനിക്കറിയാൻ പാടില്ല, കേൾക്കുമായിരിക്കാം. കാരണം കേൾക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാനല്ലല്ലോ കേൾക്കുന്നത്. കേൾക്കുന്നയാളിനോട് ചോദിച്ചാൽ അല്ല അറിയാനൊക്കെ. അതുകൊണ്ട് നമുക്ക് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ഒരവസരം ഉണ്ടാകുമ്പോൾ പള്ളിയിൽ പ്രാർത്ഥിക്കും. എല്ലാ വൈദികരും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥനയും രാവിലത്തെ പ്രാർത്ഥനയൊക്കെ നടത്താൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അല്ലാതെ ഞായറാഴ്ച ഒരു ദിവസം 2 മണിക്കൂർ കുർബാനയ്ക്ക് പോകാൻ മാത്രമല്ല ഉദ്ദേശിച്ചത്. പക്ഷേ അതൊന്നും നമ്മൾ നിർവഹിക്കുന്നില്ല. കാരണം എന്താ? അതിനുള്ള പെട്രോൾ ചാർജ് പ്രത്യേകം സഭയിൽ നിന്ന് തരുന്നില്ലാത്തതുകൊണ്ട് അത് നിർവഹിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അത് ശരിയാണ്, അതിനുള്ള പെട്രോൾ ചാർജ് തരുന്നില്ല. നിങ്ങൾക്ക് വളരെയധികം ചെറിയ ഒരു സാലറി മാത്രമേ തരുന്നുള്ളൂ, അല്ലെങ്കിൽ വേതനം മാത്രമേ തരുന്നുള്ളൂ എന്ന് എനിക്കറിയാം. എങ്കിലും ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. നമ്മളതിന് ശ്രമിച്ചാൽ അത് നമുക്ക് നടക്കും. നമ്മുടെ ആരാധനയുടെ പാരമ്പര്യം അതാണ്, മറ്റുള്ള പോലെയല്ല. നമ്മുടെ സന്ധ്യയ്ക്കും രാവിലെയും ഉള്ളതാണ് നമ്മുടെ പ്രാർത്ഥനകൾ, ആരാധനകളും ഒക്കെ പൂർണ്ണമായി നിർവഹിക്കുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അത് നമ്മൾ വിട്ടുകളയുമ്പോഴാണ് നമുക്കുള്ളതായ അടിസ്ഥാന തത്വങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ പ്രകടനാത്മകത വളരെ കുറയ്ക്കണം. നിങ്ങൾ കുർബാന ചൊല്ലുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ മൈക്കൊക്കെ അടുത്ത് വെച്ച് ചൊല്ലിക്കൂ, അതുപോലെ തന്നെ ട്യൂണും ടോണും ഒക്കെ ഭംഗിയാക്കിക്കോ. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അത് വെറും പ്രകടനാത്മകത മാത്രമായിട്ടങ്ങ് വരുത്. ഷോയിങ് ഒരു എക്സിബിഷനായിട്ട് പോകരുത്. ആ എക്സിബിഷൻ ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്പമൊക്കെ എക്സിബിഷൻ വരും. നമ്മൾ കുറച്ചെല്ലാം നിയന്ത്രിച്ചാലും അല്പമൊക്കെ നമ്മുടെ ശബ്ദത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യവും അതെല്ലാവരും നന്നായിട്ട് അറിയണമെന്നും കേൾക്കണമെന്നും അതിലാകൃഷ്ടരാകണമെന്നും അതിലിപ്പോൾ നമ്മളെ പ്രശംസിക്കണമെന്നും ഒക്കെ കുർബാന ചൊല്ലുമ്പോഴും പാട്ട് പാടുമ്പോഴും ഒക്കെ നമുക്ക് തോന്നാം. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിന് ഒരു നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തുകയും അത് മാത്രമായി നമ്മുടെ ആരാധന മാറാതെ നമ്മളുടെ മുമ്പിൽ ആരാധന എപ്പോഴും നമ്മുടെ മുമ്പിൽ ദൈവം തമ്പുരാനുണ്ട്. ആ യേശുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുന്നതെന്നുള്ള സാന്നിധ്യബോധം നഷ്ടപ്പെടരുത്. ഞാൻ എന്ത് ചെയ്താലും എന്ത് കാണിച്ചാലും ഇവിടെ എന്നെ കാണുന്നവരുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ 3 ഡയമെൻഷനിലായിരിക്കുന്ന ഒരു വീഡിയോ ആണ് കർത്താവിൻ്റെ കയ്യിലുള്ളത്. ഇന്ന് നമ്മൾ ലൈവായിട്ടുള്ളതുണ്ടെങ്കിൽ അത് 2 ഡയമെൻഷനിലോ ഒക്കെ ഉള്ളതേ ഉള്ളൂ. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ മനസ്സിന് നമ്മുടെ പുറമേയുള്ള നമ്മുടെ വാക്കുകളോ നമ്മുടെ ആംഗ്യങ്ങളോ മാത്രമല്ല, നമ്മുടെ മനസ്സിൽ നടക്കുന്ന വിചാരങ്ങളെയും ചിന്തകളെയും മുഴുവനും ഒപ്പിയെടുക്കുന്ന ഒരു വീഡിയോ കർത്താവിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ആ സാന്നിധ്യബോധം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ സഭയെ എങ്ങനെ വേണേലും ആകാം, സഭ എതിരേലും പോകട്ടെ എന്നുള്ളതായ ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത്. അതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞത് അതാണ്, വി മസ്റ്റ് ബി പ്രൗഡ് ഓഫ് അവർ ചർച്ച് ആൻഡ് വി മസ്റ്റ് ഹാവ് ദാറ്റ് എക്സിബിഷൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആ മാനിഫെസ്റ്റേഷൻ ഓഫ് അവർ ചർച്ച് ആസ് ദി ചർച്ച്. അത് സഭയാണ്.
നമ്മുടെ സഭയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ സഭയുടെ പ്രത്യേകമായിരിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ നമ്മൾ ശ്രമിക്കണമെന്നുള്ളതാണ്. രണ്ടാമത് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്. നമ്മൾ ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റുണ്ട്, മനുഷ്യനുമുള്ള കമ്മിറ്റ്മെൻറ്റുണ്ട്. ദൈവത്തോടുള്ളതായ നമ്മുടെ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ കൂടിയാണ്. അതിന് സമർപ്പണം, പ്രാർത്ഥനയുടെ വലിയ സമർപ്പണം, ശുശ്രൂഷയുടെ വലിയ സമർപ്പണം, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണം, ഇത് എല്ലാം നമ്മൾ മറന്ന് നമുക്ക് വേണ്ടി തന്നെയുള്ള ജീവിതമായി മാറ്റാനായിട്ട് ഇടയാവരുത്. പലയിടത്തും ഒരു പരാതി പറയുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ വൈദികരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു. ഒരു ദേവാലയത്തിൽ ചെന്നാൽ, സന്ധ്യയ്ക്ക് ചെന്നാൽ പിറ്റേ ദിവസം എല്ലാ ആളുകളും പോകുന്നവരെയോ സന്ധ്യ വരെയോ ആ ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും ഭംഗിയായി ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്ന വൈദികരാണ് നമുക്ക് ഉള്ളത്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതല്ലാതെ കൃത്യസമയത്ത് കുർബാന തുടങ്ങാനോ പ്രാർത്ഥന തുടങ്ങാനുള്ള സമയത്ത് ചെല്ലി അത് കഴിഞ്ഞ് പിന്നീട് അവരുടെ ഭാഷയിൽ പറഞ്ഞ അച്ഛനെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണുകയില്ലെന്ന്. അപ്പോൾ പിന്നീട് ഒരു അല്പസമയം, 1 മണിക്കൂർ 2 മണിക്കൂർ അല്ലെ 3 മണിക്കൂറിൽ കൂടുതൽ ഇടവകയെ ചിലവാക്കാതെ പോകുന്നു. നമ്മൾ നോക്കണം, 24/7 ഒരാഴ്ചയിൽ 24/7 അവേഴ്സിന് വേണ്ടി പട്ടമേറ്റവരാണ് നമ്മൾ. അതല്ലാതെ ഏതാനും സമയത്തേക്ക് വേണ്ടി പട്ടമേറ്റവരല്ല. ആ ഒരു ബോധ്യം നമുക്കുണ്ടായി. ആളുകളുടെ ഇടപെടലിൽ കോഴ്സ് നമുക്ക് പ്രയാസങ്ങളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. എങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ ആളുകളെ സന്ദർശിക്കാനും അതുപോലെ തന്നെ അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കാനും അവിടെ ദുഃഖങ്ങളിലും അവരുടെ വേദനകളിലും സന്തോഷത്തിലും ഒരുപോലെ സംബന്ധിക്കുവാനും നമുക്ക് കഴിയണം. ഒരു ഭവനത്തിൽ ഒരാൾ മരിച്ചു, ആ സമയത്ത് പൂർണ്ണ സമയവും അവിടെ ഒരു അച്ഛനുണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വർഗത്തിൻ്റെ അനുഭവമാണ്. നമ്മൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ട്. കാരണം ഏറ്റവും പ്രയാസഘട്ടങ്ങളിൽ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെയുണ്ട്. അച്ഛൻ ഒന്നും ചെയ്യണ്ട, അവിടെ പോയി ഒരു സൈഡിൽ ഇരുന്നാൽ മതി. ആ പാട്ട് പാടുന്നിടത്തോ അല്ലെങ്കിൽ ആരെങ്കിലും സന്ദർശനം വരുമ്പോഴോ ഒരച്ഛൻ എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും അത് മറന്നു പോകത്തില്ല. അതുപോലെ അവൻ്റെ സന്തോഷ അവസരങ്ങളിലും അച്ഛൻ വന്നു, എന്നെ അനുമോദിച്ചു, എൻ്റെ മകനെ അനുമോദിച്ചു, എൻ്റെ മകളെ അനുമോദിച്ചു, അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക് വിളിച്ചു, എൻ്റെ മക്കളുടെ ബർത്ത്ഡേക്ക് വിളിച്ചു. ഇങ്ങനെ ജനങ്ങളുമായിട്ടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, ആ കമ്മിറ്റ്മെൻറ്റ് മറന്നു പോകരുത്. അത് പലപ്പോഴും ആ കമ്മിറ്റ്മെൻറ്റ് മറന്നു പോകുന്നതിലുള്ള പരാതികളാണ് വരുന്നത്. പറഞ്ഞില്ലേ, പണ്ടൊരു അച്ഛനെക്കുറിച്ച് പറഞ്ഞ, ഇപ്പം നിങ്ങളെ ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. അച്ഛനെക്കുറിച്ച് പറഞ്ഞത് തൈലാഭിഷേകം നടത്തണം, അല്ലെങ്കിൽ വിശുദ്ധ ശവസംസ്കാരം നടത്തണം, അച്ഛൻ വീട്ടിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛന് സ്വന്തം കാറുള്ള ആളാണ്. പക്ഷേ പറഞ്ഞത് എന്താണെന്നറിയാമോ? കാർ ഇങ്ങോട്ട് അയച്ചേക്കണം എന്നാണ് പറഞ്ഞത്. അച്ഛനെ കാറിൻ്റെ ചിലവിനെക്കുറിച്ചല്ല, ചിലവ് അത്രയും കാശ് ചിലവാകണമെന്നുള്ളതിൻ്റെ പ്രയാസത്തിലല്ല. അച്ഛൻ ആ വീട് എവിടെയാണെന്ന് അറിയാൻ പാടില്ല, ആ വീട് എവിടെയാണെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് ആ വണ്ടി ഇഞ്ഞ് വരികയാണെങ്കിൽ ആ വണ്ടി അവിടെ തന്നെ ചെല്ലുമല്ലോ, ആ ഒരു ഉറപ്പാണ്. അല്ലാണ്ട് അച്ഛനെ വണ്ടിയില്ലാത്തതിനോ കാശ് ചിലവാക്കാൻ പ്രയാസമുള്ളതായിട്ടോ ഒന്നുമല്ല. വീടറിയാൻ മേലാത്തതുകൊണ്ട്, ഇടവകയിലെ വീടറിയാൻ മേലാത്തതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് അയച്ചേക്കണമെന്ന് പറഞ്ഞ്, എനിക്കറിയാം അങ്ങനെ പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഞാനിത് പറഞ്ഞത് കമ്മിറ്റ്മെൻറ്റ് ടു ദി ലൈഫ് ഓഫ് ദി പാരീഷനേഴ്സ്, മറ്റുള്ളവരുടെ ഈ ജീവിതത്തിൽ അവരോടുള്ളതായ കമ്മിറ്റ്മെൻറ്റ് ഉള്ള മക്കളായ വൈദികരായിട്ട് നമ്മൾ തീരണം. അതാണ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ സമയവും എനിക്ക് എൻ്റേതായിരിക്കുന്ന സമയമില്ല, ഞാൻ ജനത്തിനു വേണ്ടിയാണ്, ആ ജനത്തിനു വേണ്ടിയാണ്. അതുപോലെ ഞാൻ ആദ്യത്തെ ദിവസം ഓർപ്പിച്ചതുപോലെ പ്രീസ്റ്റ്ഹുഡ് ഈസ് എ സാക്രിഫിഷ്യൽ ലൈഫ്. ഇത് നമ്മൾ അതിനു വേണ്ടിയാണ് ഈ കുപ്പായം ഇട്ടിരിക്കുന്നത്. ഉണ്ടെങ്കിലും നമ്മൾ ഈ കുപ്പായം ഇട്ടിരിക്കുന്നത് കഷ്ടപ്പെടുവാനാണ്, ത്യാഗം അനുഭവിക്കുവാനാണ്, വേറെ ഒന്നുമല്ല. ഒരു അധ്യാപകനെ പോലെയോ എൻജിനീയറെ പോലെയോ അല്ലെ
ഒരു ഡോക്ടറെ പോലെയല്ല. അവർക്ക് അവരുടെ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ജോലി ചെയ്താൽ മതി. നമ്മളങ്ങനെയല്ല. നമ്മളെ ആരും നിർബന്ധിച്ച് വീട്ടിൽ വന്നിട്ട് അച്ഛനാകണമെന്ന് പറഞ്ഞ് വന്നതല്ലല്ലോ. നമ്മളെ ആരും വന്ന് നിർബന്ധിച്ചതല്ല. നമ്മളൊക്കെ അച്ഛനാകണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നത്. എന്തിനാണ് വന്നിരിക്കുന്നത്? വി ഹാവ് പ്ലസ് ടു കണ്ടിന്യൂ ദാറ്റ് സാക്രിഫിഷ്യൽ ലൈഫ് ഇൻ അവർ ലൈഫ്. അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമ്മുടെ പൗരോഹിത്യത്തിന് ഒരു മീനിങ് ഉള്ള, പൗരോഹിത്യത്തിന് ഒരർത്ഥമുള്ള. നമുക്ക് രോഗവും ദുഃഖവും പ്രയാസവും പലതരത്തിലുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാം. എന്നാൽ അതേ സമയത്ത് അതിനപ്പുറമായി നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആളുകളോടുള്ളതായ നമ്മുടെ സമയത്തിൽ അവരുടെ ആവശ്യമാണ് എൻ്റെ ആവശ്യം, അവരുടെ ആവശ്യം നിവർത്തിക്കുകയാണ് എൻ്റെ ഉത്തരവാദിത്വം എന്ന് പ്രവർത്തിക്കുവാൻ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അത് വലിയ പ്രയോജനമാണ്. അതാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും അവസാനമുള്ള ഒരു കാര്യം വേറൊന്ന് ഞാൻ എപ്പോഴും പറയുന്നത്, സഹാനുഭൂതിയുള്ളവരാകണം. ആകയാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് മനസ്സലിവുള്ളവനാകുന്ന പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവീൻ എന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ വാക്യം നാം വായിക്കുന്നു. നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മനുഷ്യൻ സഹാനുഭൂതിയാണ്, സഹതാപമല്ല. സഹതാപം പണ്ട് യെരുശലേമിൻ്റെ എറിഹോവിൻ്റെ സൈഡിൽ വഴി സൈഡിൽ കിടന്ന മനുഷ്യനെ കണ്ടിട്ട് പോയ പുരോഹിതനും ലേവ്യനും സഹതാപം ഉണ്ടായി കാണാതിരിക്കത്തില്ല. പക്ഷെ അവനോട് സഹാനുഭൂതി ഉണ്ടായ ഒരാൾ നല്ല ശമറിയാക്കാരനാണ്. ഇപ്പോൾ ലോകത്തിൽ നമ്മളെ വെച്ചിരിക്കുന്നത്, ലോകത്തിലുള്ള അനേകം ആളുകൾ കഷ്ടപ്പെടുമ്പോൾ അത് അവരുടെ കാര്യമെന്ന് ചിന്തിക്കാനില്ല. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. ഒരു വലിയ ഫാമിലിയാണ്. ഈ ഫാമിലിയിലുള്ള ഇല്ലായ്മകളും പോരായ്മകളും നമ്മളെല്ലാവരുടേതും കൂടിയാണ്, ആരുടെയും ഒരാളിൻ്റെ മാത്രമല്ല. അപ്പോൾ മറ്റുള്ളവന് ദുഃഖമുണ്ടാകുമ്പോൾ എൻ്റെ സന്തോഷത്തിന് യാതൊരർത്ഥവുമില്ല. എൻ്റെ സന്തോഷത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ മറ്റുള്ളവൻ്റെ ദുഃഖത്തിന് എന്നെക്കൊണ്ട് കഴിയുന്ന പരിഹാരം നാം ചെയ്യണം. ഒരുപക്ഷെ നമുക്ക് മുഴുവനായി പൂർത്തീകരിക്കാൻ സാധിച്ചെന്നിരിക്കുകയില്ല, എങ്കിലും എന്നെക്കൊണ്ട് എന്ത് സാധിച്ചു, എന്നെക്കൊണ്ട് സാധിക്കുന്ന പരിഹാരം ഞാൻ ചെയ്തോ. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാനസികമായ അസ്വസ്ഥതകൾ, ബുദ്ധിപരമായ പോരായ്മകൾ, സാമ്പത്തികമായ പോരായ്മകൾ, ഇങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന പോരായ്മകൾ അനുഭവിക്കുന്ന ആളുകൾ ആ സമയത്ത് അവരെ ചെന്ന് കാണുക. യാക്കോബ് ശ്ലീഹ പറയുന്നതാണല്ലോ, വിധവമാരെയും അനാഥരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുകയും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെ താൻ കാത്തു സൂക്ഷിക്കുന്നതുമാവുന്നു യഥാർത്ഥമായ ദൈവഭക്തി എന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ദൈവഭക്തി നമ്മൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ സഹാനുഭൂതിയുള്ളവരാകണം. നമ്മുടെ ഇടവകളിൽ നമ്മുടെ ചുമതലയെന്ന് പറയുന്നത് ജാതി മതഭേദമന്യേ എല്ലാവരോടും സഹാനുഭൂതിയുള്ളവരാകുക. കർത്താവിനെ പർവ്വത പ്രസംഗത്തിലും കർത്താവ് എല്ലാവരോടുമാണ് അറിയിച്ചത്. അന്ന് കർത്താവിൻ്റെ പുറകെ പോകുന്നവരും പോകാത്തവരും എല്ലാവരുമുണ്ട്. അതുപോലെ ശമറിയാക്കാരൻ ചെന്നപ്പോൾ ഇവൻ യഹൂദനാണോ യവനനാണോ പുറജാതിയാണോ ഏത് ജാതിയാണെന്ന് നോക്കിയില്ല. അവനൊരു മനുഷ്യനാണ്, അവനൊരു വേദനയുണ്ട്, ഒരു മനുഷ്യൻ്റെ വേദന. അതാണ് നമ്മുടെ സഹാനുഭൂതി. ആരുമായിക്കൊള്ളട്ടെ, ലോകത്തിൽ ആരുമായിക്കൊള്ളട്ടെ, അവരോട് സഹാനുഭൂതി ഉണ്ടാകുവാൻ യാതൊരു വ്യവസ്ഥകളിലുമില്ലാത്ത സ്നേഹത്തിൽ കൂടി അത് നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം. അമലോകിയ വായിക്കുമ്പോൾ, വൈദികരുടെ അമലോകിയ വായിക്കുന്ന സമയത്ത് വൈദികർക്കും ഉപദേരക്കന്മാർക്കും ശമ്മാശന്മാർക്കും എല്ലാമുള്ള അമലോകിയായിക്കകത്ത് കിടക്കുന്ന വാക്യമാണ്, നിങ്ങൾ പരദേശികളെയും ദരിദ്രരെയും സംരക്ഷിക്കണം. പരദേശികളെയും ദരിദ്രരെയും സംരക്ഷിക്കണമെന്ന് പറയുന്നത് ഓർത്തഡോക്സുകാരായ പരദേശികളെന്നോ ഓർത്തഡോക്സുകാര ദരിദ്രരെന്നോ അല്ല അമലോകിയായിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. സർവ്വ മനുഷ്യരെയും സംരക്ഷിക്കണമെന്നുള്ളതാണ്. അമലോകിയൊക്കെ നമ്മൾ പട്ടവേറ്റപ്പോൾ കേട്ടു, പക്ഷേ പിന്നീട് അത് അനുവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. അതിൽ ഈ പറയുന്ന നിങ്ങളോടും ഞാൻ പറയുന്നത് ഞാനും നിങ്ങളും ഒരുമിച്ചാണ്.
കാരണം ഞാൻ ആരെയും മാറ്റി നിർത്തിയിട്ടല്ല. വൈദിക സംഘം മുഴുവനും, വൈദിക ഗണം മുഴുവനും ആലോചിക്കേണ്ട കാര്യം അതാണ്. അതുകൊണ്ട് ആ സഹാനുഭൂതി, അതുകൊണ്ട് 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വി മസ്റ്റ് ബി പ്രൗഡ് ഓഫ് അവർ ഓർത്തഡോക്സ് ചർച്ച് ആൻഡ് ഇറ്റ്സ് ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസസ്. രണ്ടാമത്, വി മസ്റ്റ് ബി കമ്മിറ്റ്മെൻറ്റ് ടു ദി ഫെയ്ത്ത് ഓഫ് ദ ചർച്ച് ടു ദ പീപ്പിൾ whom are entrusted with us. മൂന്നാമത്, we must be empathetic with the people around us. മറ്റുള്ളവരോട് ആ സഹതാപമുള്ളവരും സഹാനുഭൂതിയുള്ളവരുമായി നാം തീരണമെന്നുള്ളതായ സന്ദേശമാണ് നൽകുന്നത്. അതിന് ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.